ഹലോ കൂട്ടുകാരെ, ഒരു കണവത്തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരുന്നത്. ഞാൻ വലിയ കുക്കൊന്നുമല്ല, എന്നാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഒരു പാത്രം ഞാനെടുത്ത് അടുപ്പത്ത് വെച്ചു. ആ പാത്രം നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചെന്ന് വെച്ചാൽ എടുത്ത കണവയ്ക്ക് ആവശ്യമുള്ള കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ കൂടെ ചേർത്തു. അതിനുശേഷം ഈ കൊച്ചുള്ളിയും ഈ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് വയലണ്ടേ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് ആവി കയറി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച്. പിന്നെ അടച്ച് വെക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പാത്രത്തിൻ്റെ അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞു പോകത്തില്ലയോ. അപ്പം കൂടെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് അതിങ്ങനെ വയണ്ട് നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ആവശ്യത്തിന് മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി ഈ മസാലകളെല്ലാം കൂടെ ഉള്ളിയിലും തേങ്ങാക്കൊത്തിലും എല്ലാം കൂടെ മിക്സായി കഴിയുമ്പോഴേക്കും കഴുകി അരിഞ്ഞു വെച്ചിട്ടുള്ള കണവയുണ്ടല്ലോ, ആ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവ ഈ എന്താ പറയുക നമ്മുടെ ഈ കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും ഒക്കെ കൂടി ഇട്ട് ഇളക്കി വെച്ച മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഈ കണവയും പിന്നെ ഈ ബാക്കിയുള്ള മസാലകളുണ്ടല്ലോ നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്, ഇവയെല്ലാം കൂടെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ നല്ലപോലെ ഇളക്കി ഇവയെല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ട് നമുക്കിത് ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെക്കാം. അതിങ്ങനെ അടച്ച് വെക്കുമ്പോൾ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കണവയ്ക്കകത്ത് അത്യാവശ്യം നല്ല വെള്ളം കാണും. ആ വെള്ളം ഇതേപോലെ നമ്മൾ അടച്ച് വെക്കുമ്പോൾ ആവിക്കകത്തിരുന്ന് വെള്ളം ഊർന്നിറങ്ങി ആ വെള്ളത്തിൽ തന്നെ കണവയും പിന്നെ മറ്റ് മസാലകളൂടെ കിടന്നങ്ങ് മിക്സ് ആകുമ്പം ഈ കണവയുടെ ടേസ്റ്റ് ഫുള്ളായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ഈ ഒരു മിക്സിലേക്ക് ആവശ്യത്തിന് തേങ്ങയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കൂടെ ചതയ്ക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് തോരനൊക്കെ ക്രഷ് ചെയ്തെടുക്കത്തില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമ്മളത് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കണവയൊക്കെ ഇരിക്കുന്ന ഈ ഒരു കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് മസാലപ്പൊടി, ആവശ്യത്തിന് കുരുമുളക് പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ ഇളക്കിയെടുക്കണം. അപ്പോഴേക്കും ആവിയിലിരുന്ന് ഈ കണവയൊക്കെ നന്നായിട്ട് വെന്ത് കാണും കേട്ടോ. വെന്തതിന് ശേഷമാണ് നമ്മൾ ഈ അരപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നല്ല ചൂട് കണവത്തോരൻ റെഡി. ചോറിനൂടെ കഴിച്ചോളൂ.